നമുക്ക് കൂടി പട്ടികളെ സ്നേഹിച്ച് തുടങ്ങാം, മൃഗങ്ങളെയും സ്നേഹിച്ച് തുടങ്ങാം. എങ്ങനെയെന്ന് വെച്ചാൽ അവയെ നമ്മുടെ പ്രദേശത്ത് നിന്ന് ആട്ടിപ്പായിക്കുന്നതുകൊണ്ട് കാര്യമായില്ല, നമ്മുടെ കുട്ടികൾക്ക് ഉപദ്രവമില്ലാതാക്കുന്നതിലും കാര്യമില്ല. നമ്മുടെ പ്രദേശത്തൊട്ടാകെ, നമ്മുടെ പഞ്ചായത്തിൽ, നമ്മുടെ വാർഡിൽ പട്ടികളെ പുനരധിവസിപ്പിക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കുക എന്നത് തന്നെയാണ് അതിനുള്ള പരിഹാരം. പട്ടികളെ അതോടൊപ്പം നമുക്ക് പഞ്ചായത്ത്, മുനിസിപ്പൽ കോർപ്പറേഷൻ സഹായത്തോടു കൂടി സ്റ്റെറിലൈസേഷൻ തുടങ്ങിയ പദ്ധതികൾ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യാം. അതിപ്പോൾ തന്നെ നിലവിലുണ്ട്. അവ കുറേ കൂടി കാര്യക്ഷമമാക്കേണ്ടതുണ്ട്, ആക്കിക്കൊള്ളാം. അതേസമയത്ത് അതുവരേക്കും ഈ സാധുജീവികളെ നമുക്ക് സംരക്ഷിക്കാം. അതായത് തല്ലിക്കൊല്ലാൻ നമുക്കാവില്ല, തല്ലി ഓടിക്കാനും നമുക്കാവില്ല. അതുകൊണ്ട് നമ്മുടെ മുമ്പിലുള്ള ഏക പരിഹാരം അവയെ സംരക്ഷിക്കുക എന്നുള്ളതാണ്. സംരക്ഷിക്കുക എന്ന് പറയുമ്പോൾ ഓരോ തെരുവ് പട്ടിയും ഓരോ വീട്ടുകാരും എടുത്തുകൊണ്ട് പോയി വളർത്തുക എന്നുള്ളതൊന്നും പ്രായോഗികമല്ല. പഞ്ചായത്തിൻ്റെ ചുമതലയിൽ, പഞ്ചായത്തിൻ്റെ പൊതുസ്ഥലങ്ങൾ പുറമ്പോക്കായി കിടക്കുന്ന ഏതെങ്കിലും സ്ഥലങ്ങളില്ലാത്ത ഒരു പഞ്ചായത്തും കേരളത്തിലുണ്ടെന്ന് തോന്നുന്നില്ല. എല്ലാ വാർഡിലും അത്തരം സ്ഥലങ്ങളിൽ പഞ്ചായത്ത് സ്ഥലം നൽകുക, നാട്ടുകാർ, വളണ്ടിയർമാർ, സ്പോൺസർമാർ അവിടെ ഒരു പട്ടിക്കൂട് നിർമ്മിക്കുക. ആ വാർഡിലെ ഓരോ വാർഡിലെയും പട്ടികളെ തിരഞ്ഞുപിടിച്ച് അവിടെ കൊണ്ടുപോയി ചെന്നാക്കുക. അവയുടെ ചിലവ്, അവയുടെ ഭക്ഷണം, വെള്ളം, മറ്റ് പരിചരണങ്ങൾക്ക് സംവിധാനങ്ങൾ നമ്മൾ ആളുകളെ കൊണ്ട് ഏറ്റെടുക്കാൻ അപ്പോൾ ആളുകൾ സ്വയമേധയാ മുന്നോട്ട് വരുമെന്നാണ് പൊതുവെ കേട്ട അഭിപ്രായത്തിൽ നിന്ന് നമുക്ക് തോന്നിയിട്ടുള്ളത്. ആരും മടിച്ചു നിൽക്കില്ല. ഇതൊന്നുമില്ലെങ്കിൽ നമുക്ക് പരസ്യ കമ്പനികളെ ആശ്രയിക്കാം. പരസ്യപ്പെടുത്തുന്നതിന് വേണ്ടി ഒരു കൂട് ഒരു വർഷം മെയിൻറ്റെയിൻ ചെയ്യുന്നതിനും അവരുടെ പരസ്യങ്ങൾ അവിടെ പ്രദർശിപ്പിക്കുന്ന തരത്തിലുള്ള പദ്ധതികൾ ആവിഷ്കരിക്കാം. അതൊന്നുമില്ലെങ്കിലും നമ്മുടെ സ്വന്തം കയ്യിൽ നിന്ന് പണമെടുത്തിട്ടെങ്കിലും ഓരോ പഞ്ചായത്തിലെ ഓരോ വാർഡിലും ഒരു പട്ടിക്ക് ഷെൽട്ടർ, പട്ടി ഷെൽട്ടർ, ഡോഗ് ഷെൽട്ടർ, സ്ട്രേ ഡോഗ് ഷെൽട്ടർ നിർമ്മിക്കുവാൻ നമ്മൾ ബാധ്യസ്ഥരാണ്.